നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നോട്ട് മാറ്റൽ മാർച്ച് വരെ. അസാധു നോട്ടുകൾ നിക്ഷേപിക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ 2 ദിവസം ശേഷിക്കെ സ്ഥിതി വിലയിരുത്തി കേന്ദ്ര സർക്കാർ. 500,000 രൂപ നോട്ടുകൾ മാർച്ച് 31 വരെ വിശദീകരണം നൽകി റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാം. ഇതിനുശേഷം പഴയ നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാകും. ഇത് സംബന്ധിച്ച ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അസാധു നോട്ട് കൈവശം വെച്ചാൽ കുറഞ്ഞത് 50,000 രൂപ പിഴ ഈടാക്കും. അതേസമയം അസാധുവായ 500,000 രൂപ നോട്ടുകൾ 10 എണ്ണം വരെ കൈവശം വയ്ക്കുന്നതിന് നിയമ തടസ്സമുണ്ടാകില്ലെന്നും സൂചന. പിന്തുണച്ച് കേന്ദ്ര നേതൃത്വം. MM മണിയുടെ രാജിക്കാര്യത്തിൽ LDF-ൽ ഭിന്നത തുടരുന്നതിനിടെ മന്ത്രിയെ പിന്തുണച്ച് CPM കേന്ദ്ര നേതൃത്വം. മണി രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് സീതാറാം യെച്ചൂരി. ഇത് സംബന്ധിച്ച് VS അയച്ച കത്ത് ലഭിച്ചിട്ടില്ല. ഇക്കാര്യം സംസ്ഥാന ഘടകം ചർച്ച ചെയ്യുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി. അഞ്ചേരി ബേബി വധക്കേസിൽ VS-നെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് MM മണി. സംഭവത്തിൽ VS ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് വഹിച്ചതായി അഭിപ്രായമില്ല. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നെന്നും വൈദ്യുതി മന്ത്രി. ഗ്രൂപ്പ് യുദ്ധം തെരുവിലേക്ക്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ കടുത്ത അതൃപ്തി അറിയിച്ച് AK ആന്റണി. നേതാക്കളുടെ പരസ്യ പ്രസ്താവന തന്നെ മുറിവേൽപ്പിച്ചു. ഇതിൽ നിന്ന് നേതാക്കൾ പിന്മാറണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നും ആന്റണി. പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടാകുമെന്നും സൂചന. അതിനിടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധം തെരുവിലേക്കും. പാർട്ടി വക്താവ് സ്ഥാനം രാജിവെച്ച രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ കൊല്ലത്ത് ചീമുട്ടയേറ്. DCC ഓഫീസിന് മുന്നിൽ നടന്ന അക്രമത്തിന് പിന്നിൽ പെയ്ഡ് ഗുണ്ടകളെന്ന് ഉണ്ണിത്താൻ. നിലവിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന് K മുരളീധരൻ. ഉണ്ണിത്താന്റെ പ്രവർത്തികൾക്ക് പിന്നിൽ ചരടുവലെന്നും ആക്ഷേപം. അതേസമയം കോൺഗ്രസിൽ ഐക്യം പരമപ്രധാനമെന്ന് VM സുധീരൻ. ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ നിർഭാഗ്യകരം. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. പാർട്ടി ദുർബലമായാൽ അണികളും ദുർബലമാകുമെന്നും KPCC അധ്യക്ഷൻ. തെറ്റുകൾ മറന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് ഉമ്മൻചാണ്ടി. മൂർച്ച കൂടുന്ന വിമർശനം. നോട്ട് പിൻവലിക്കലിൽ പ്രധാനമന്ത്രിക്കെതിരായ വാക്പോരിന് മൂർച്ച കൂട്ടി രാഹുൽ ഗാന്ധി. കറൻസി പരിഷ്കരണത്തിൽ സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന ആവശ്യം. പണം പിൻവലിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഉടൻ എടുത്തു കളയണമെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ. അതിനിടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിശാല ഐക്യത്തിനൊരുങ്ങി കോൺഗ്രസ്. ഇടതുപക്ഷം ഉൾപ്പെടെ പകുതിയോളം പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിൽക്കുന്ന സംയുക്ത സമരത്തിൽ കോൺഗ്രസിനൊപ്പം തൃണമൂലും RJD-യും ഉൾപ്പെടെ 8 പാർട്ടികൾ. നവംബർ 8-ന് ശേഷം പിടികൂടിയ കള്ളപ്പണത്തിന്റെയും 25 ലക്ഷത്തിന് മുകളിൽ പണം നിക്ഷേപിച്ചവരുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ മോദിക്ക് കോൺഗ്രസിന്റെ വെല്ലുവിളി. പ്രതിസന്ധി പരിഹാരത്തിന് പ്രധാനമന്ത്രി പറഞ്ഞ കാത്തിരിപ്പ് ദിനങ്ങൾ കഴിഞ്ഞാൽ സമരം ശക്തമാക്കുമെന്ന് മമത. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,620 രൂപ, പവൻ 20,920 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.